അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അർച്ചനയ്ക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. രുക്കും അച്ചും കൂടിയിട്ട് യാത്ര പറയാനെങ്കിലും ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞതിന് ശേഷം സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കുകയാണ് കേട്ടോ. അതേസമയം മഞ്ജു ഫോൺ ചെയ്ത് വിവരങ്ങളെല്ലാം ചന്ദ്രയോട് പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അർച്ചന ഡ്രസ്സൊക്കെ മാറി വന്നതിന് ശേഷം പച്ചക്കറി അരിയുകയും അവരെ സഹായിക്കുകയും ഒക്കെ ചെയ്യണം കേട്ടോ. അതേസമയം അനന്തു മൂന്തനും എല്ലാവരും വന്നിരിക്കുകയാണ് കേട്ടോ. മൂന്തൻ ഇങ്ങനെ പറയുന്നുണ്ട്, അവനെ പോലീസുകാരനാവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കുഞ്ഞുനാളിൽ തന്നെ. പക്ഷേ ഇത്രയും പെട്ടെന്ന് അവനതിന് പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം അത് കേൾക്കുമ്പോൾ അർച്ചന പറയുകയാണ്, അവന് ലക്ഷ്യമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ കുഞ്ഞ് ഇവിടം വരെ എത്തിയത് എന്നിങ്ങനെ അർച്ചന പറയാണ് കേട്ടോ. അങ്ങനെ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അച്ചും രുക്കും കൂടിയിട്ട് വീട്ടിലേക്ക് വരും. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അർച്ചനയും മഞ്ജുവും രമ്യയും എല്ലാവരും കൂടി അടുക്കളയിൽ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുകയാണ് കേട്ടോ. അതേ സമയത്ത് ചന്ദ്രകാന്തത്ത് അച്ചു രുക്കുവിനോട് പറയുകയാണ്, ഏതായാലും ശരി, എനിക്ക് ചേച്ചിയോട് പോയിട്ട് പറയണം, ചേച്ചിയോട് പോയി പറഞ്ഞ് യാത്ര പറഞ്ഞിട്ടേ വരാൻ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, വേണ്ട പോവണ്ട, നമുക്ക് അവിടെ പോയി പറയണ്ട, ഞാനില്ല എന്നിങ്ങനെ രുക്കു പറയുകയാണ്. അതേസമയം നീ ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ എന്തായാലും പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അച്ചു പോവാൻ വേണ്ടിയിട്ട് വരികയാണ് കേട്ടോ. ആ സമയത്ത് തന്നെ രുക്കു ചന്ദ്രയോട് പറയുകയാണ്, ഇങ്ങനെ അച്ചു അങ്ങോട്ടേക്ക് പോവുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എന്തിനാ നീ പറയാൻ പോകണ്ട, നിന്നെ അവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടതല്ലേ, പിന്നെ എന്തിനു നീ പറയാൻ പോകുന്നത് എന്നിങ്ങനെ ചന്ദ്ര പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ അച്ഛനാകെ സമനില തെറ്റുകയാണ് കേട്ടോ. അച്ചു പറയും, ഞങ്ങൾ ആരും അവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടതല്ല, ഞങ്ങൾ സ്വമനസാലയെ അവിടെ നിന്ന് ഇറങ്ങി വന്നതാണ്, അല്ലെന്ന് രുക്കുവിനോട് ചോദിച്ചു നോക്കൂ എന്നിങ്ങനെ പറയണം കേട്ടോ. ചന്ദ്ര പക്ഷേ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ആവുന്നൊന്നും പറഞ്ഞു നോക്കി അവനെ പിടിച്ചു കഴിഞ്ഞാൽ ദേഷ്യം വരുള്ളൂ എന്നിങ്ങനെ. പിന്നീട് അച്ചു അവരുടെ വാക്കൊന്നും കേൾക്കാൻ നിൽക്കാതെ അമ്പാട്ടിലേക്ക് വരികയാണ് കേട്ടോ. അവരോട് വന്ന് യാത്ര പറയാൻ വേണ്ടി വരികയാണ്. അർച്ചനയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് അച്ചു അവിടെ വന്നതിൽ. പക്ഷേ അച്ചു എല്ലാവരോടും യാത്ര പറയുമ്പോഴും മുകുന്ദനോട് ഒരു തടസ്സം പോലെ അനുഭവപ്പെടുകയാണ്. അങ്ങനെയാണ് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാൻ സാധിക്കും.